അഹ്ലുബൈത്തിനെ ആദരിക്കണമെന്ന് ഇന്ന് പലരും സമസ്തനെ ഉപദേശിക്കാണ്. അഹ്ലുബൈത്തിനെ ആദരിക്കണമെന്ന്. ബഹുമാനപ്പെട്ട സമസ്തയാണ് അഹ്ലുബൈത്തിനെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് കടന്നു വരുന്നവർക്ക് ഉറുക്കും ഏലസും മന്ത്രിച്ചൂതിയ വെള്ളവും ഒക്കെ കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോ പകർത്തി അറേബ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശിർക്കിന്റെ വാഹകനാണ്, ഖുറാഫാത്ത് നടത്തുന്നവരാണ് എന്ന് വീഡിയോ ഡോക്യുമെന്ററി ചെയ്തവർ അവരൊക്കെ ഇപ്പോഴും പരിശുദ്ധ ഇസ്ലാമിന്റെ പുറത്താണ്. അവരാണ് സമസ്തനോട് ആദരിക്കണം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പിതൃപരമ്പരയിലൂടെ, ആ മക്കൾ പരമ്പരയിലൂടെ കടന്നു വന്ന അവരുടെ ചോരകളെ ആദരിക്കണമെന്ന് ഇപ്പോഴും പറയാൻ സമസ്തക്കൊരു മടിയില്ല. സമസ്ത തന്നെയാണത് പറഞ്ഞിട്ടുള്ളതും. ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പണ്ഡിതനുമാണ്, സയ്യിദുമാണ്. അവരുടെ പിതൃപരമ്പര മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നു. അവിടുത്തെ ചോര മുത്തുനബിയുടെ ചോരയിലേക്ക് കണക്റ്റഡ് ആണ്. ജസദിയായി അള്ളാഹുവിന്റെ ഹബീബിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു. റൂഹിയായി അവിടുന്ന് വഹിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരം കൊടുത്ത ഇൽമാണ്. ഇൽമിനെ വഹിക്കുന്ന നൂറിന്റെ ഖൽബിന്റെ ഉടമകളാണ്. രണ്ട് രൂപത്തിൽ ഇൽമിയായിട്ട് റൂഹിയായിട്ടും അവർ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ബന്ധപ്പെടുകയാണ്. ഡബിൾ എഞ്ചിനാണ്. രണ്ട് രൂപത്തിലും അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എത്തുന്നവരാണ്. അഥവാ സ്വർണത്തിന് സുഗന്ധം പൂശിയതുപോലെയുള്ള ഒരു ആദരണീയനായ അധ്യക്ഷനാണ് ഇന്ന് സമസ്തക്കുള്ളത്. അൽഹംദുലില്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ അസ്വാബിറു അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജമർ. പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്നവൻ, പരിശുദ്ധമായ ദീനിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിക്കുന്നവർ, അതാർജവത്തോടുകൂടെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ശക്തിയെയും ഭയപ്പെടാതെ തുറന്നു പറയുന്നവർ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. തീക്കട്ട കയ്യിൽ പിടിച്ചു നടക്കുന്നവരെ പോലെ അവർ അസ്വസ്ഥരാകേണ്ടി വരും. ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും, ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. പക്ഷേ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ സുന്ദരമായ ഈ ആദർശത്തിൽ വെള്ളം ചേർക്കാനോ വിഷം കലർത്താനോ ഒരാളെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതിനാണ് ഇവിടെ സമസ്തയുണ്ടായത്. ഇവിടെ പ്രത്യക്ഷപ്പെട്ട എല്ലാ അവാന്തര വിഭാഗങ്ങളും ആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന മുസ്തഖീമായ സിറാത്തുൽ മുസ്തഖീം എന്ന റുജുവായ പാതയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് മറ്റു രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് പറയുന്നുണ്ടല്ലോ, ഖത്വലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്വൻ. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര ഇങ്ങനെ വരച്ചു കാണിച്ചു തന്നു. എന്നിട്ട് അതിന്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും വ്യത്യസ്തമായ വരകൾ കാണിച്ചു തന്നു. എന്നിട്ട് ആ മധ്യത്തിൽ നേരെ വരച്ച വര ചൂണ്ടിയിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാത്തുൽ മുസ്തഖീം ആണെന്ന് പറഞ്ഞത്. ആ സിറാത്തുൽ മുസ്തഖീം ഞാനും എന്റെ സ്വഹാബത്തും കാണിച്ചു തന്ന മാർഗം, അതിൽ നിന്ന് വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും അള്ളാഹുവിന്റെ ഹബീബ് തെറ്റിവരച്ച മാറ്റിവരച്ച വരകൾ അത് പിശാചിന്റെ വരകളാണ്, അത് പിശാചിന്റെ വഴികളാണ് എന്ന് ആദരവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കാനും സ്വർഗത്തിന്റെ പാതയിൽ നിന്ന് നമ്മളെ തെറ്റിക്കാനുമുള്ള ശ്രമങ്ങളെ വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് പല രൂപത്തിലാണ്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ സുന്ദരമായ വാക്കുകളിലൂടെ അവർ നമ്മളിലേക്ക് വരും. മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ അൽസിനതുഹും അഹ്ലാമിനസ് സുക്കരി വഖുലൂബുഹും ഖുലൂബുദ് ദിആബ്. സംസാരം മധുരിതമായിരിക്കും, കേട്ടാൽ ആനന്ദം തോന്നുന്ന, കേട്ടാൽ സന്തോഷം തോന്നുന്ന വാക്കുകളായിരിക്കും. പക്ഷേ വഖുലൂബുഹും ഖുലൂബുദ് ദിആബ്, ചെന്നായകളുടെ ഹൃദയമായിരിക്കും അതിന്റെ പിന്നിലുള്ളത് എന്ന് മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ മധുരിതമായ ആശയങ്ങളുമായിട്ട് കടന്നു വരും. പ്രത്യേകിച്ച് നമ്മൾ ഈ ജീവിച്ചുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ മോഡേണിസം എന്ന ഓമന പേരിട്ടുകൊണ്ട് പല രൂപത്തിലുള്ള സംസ്കാരങ്ങളെയും നമുക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധർമ്മങ്ങൾ, തിന്മകൾ പ്രസ്ഥാനവൽക്കരിക്കപ്പെടുകയും അതിനുവേണ്ടി സംഘടനകൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധമുണ്ടാകണം. മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ്? മനുഷ്യന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് മനുഷ്യന് കണ്ടനുഭവിച്ച് ആസ്വദിക്കാൻ കഴിയുന്നത് അനുഭവേദ്യമായത് മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന അതിദാരുണമായ യുക്തിവാദത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ആശയങ്ങളാണ് പുരോഗമനം എന്ന പേരിൽ ഓമന പേരിട്ടുകൊണ്ട് നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. എന്താണ് അതിന്റെ അപകടം? അതിന്റെ അപകടം വളരെ വലുതാണ്. കാരണം നിങ്ങൾ ഈമാൻ കാര്യങ്ങൾ ആറും പരിശോധിച്ചു നോക്കുക. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഈമാൻ കാര്യങ്ങൾ ആറും പരിശോധിക്കുമ്പോൾ അത് അദൃശ്യമായ കാര്യങ്ങളായിരിക്കും. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണല്ലോ യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എന്നാൽ ആ അദൃശ്യമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ പുറകോട്ട് കൊണ്ടുവരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അത് യുക്തിവാദികൾ മാത്രമല്ല, ഇവിടെയുള്ള വഹാബികളുടെയും സ്വഭാവം അതുതന്നെയാണ്. ഞാൻ അങ്ങോട്ട് വരികയാണ്.
മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നത് മാത്രം അംഗീകരിക്കുക, അതല്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുക എന്ന യുക്തിവാദം മുന്നോട്ട് വെക്കുന്ന, പാശ്ചാത്യൻ ചിന്താധാരകൾ മുന്നോട്ട് വെക്കുന്ന, മോഡേണിസം മുന്നോട്ട് വെക്കുന്ന അറുവസളൻ തെറ്റായ ധാരണകൾ നമുക്കിടയിലേക്ക് സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗൗരവം ഈമാൻ തന്നെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിപ്പോകും. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ആ ചിന്താധാരയിലേക്ക് ഇവിടെ കൊണ്ടുവരികയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ പോലും മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമാണെന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതോ ഇവിടെയുള്ള വഹാബികളാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം ചിന്താധാരകൾക്കെതിരെയാണ് ഇവിടെ പടപൊരുതിയത്. ഞാൻ ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ എന്തിന് രൂപീകൃതമായി? ഒരുപക്ഷെ ചില ആളുകളൊക്കെ ചോദിക്കും, സമസ്ത എന്താ ചെയ്തത് എന്ന്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത് നമ്മുടെയൊക്കെ വീട്ടുപടിക്കലേക്ക് റേഷൻ എത്തിച്ചു തരിക എന്ന ദൗത്യമല്ല. അതിനേക്കാളപ്പുറം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ ഈമാനിനെ അടിയുറപ്പിച്ചു നിർത്താൻ ആവശ്യമായ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ ഇവിടെ ഒരുക്കുകയും ഉമ്മത്തിലേക്ക് കടന്നു വരുന്ന ശിഥില ചിന്തകൾക്കെതിരെ തടയണി സൃഷ്ടിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ ഈമാനിനെ കാവൽ നിൽക്കുകയാണ് ചെയ്തത്. സമസ്ത ഇവിടെ രൂപീകരിക്കുന്നതിന് പ്രാദേശികമായ കാരണങ്ങൾ മാത്രമല്ല, ആഗോളതലത്തിൽ അതിനൊരു കാരണമുണ്ട്. ആ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലൂടെ നമ്മൾ ഓടി നോക്കുമ്പോഴാണ് സമസ്ത എത്ര വലിയ ചരിത്രപരമായ ദൗത്യമാണ് ഈ കേരളക്കരയിൽ നിർവഹിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? അല്ലെ, ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മുസ്ലിമീങ്ങൾക്ക് ഒരു നേതൃത്വമില്ല എന്നതാണ്. ആണോ? അല്ലേ? ആഗോളതലത്തിൽ ഈ ഉമ്മത്തിനൊരു നേതൃത്വമില്ല. പാവപ്പെട്ട പലസ്തീന്റെ മക്കൾക്കെതിരെ അതിനിഷ്ഠൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ശിരസറ്റ കബന്ധങ്ങളെ കൊണ്ട് ഗസയുടെ തെരുവുകളിൽ ചഞ്ചായമണിഞ്ഞപ്പോ അരുതെന്ന് പറയാൻ അറബ് രാജ്യങ്ങൾ നോമന പേരിട്ട് വിളിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെന്ന് സ്വയം മേനി നടിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തമ്പുരാനും നട്ടലു നിവർത്തിയിട്ടില്ല. കണ്ണടപ്പിക്കുന്ന, കാതടപ്പിക്കുന്ന അതിനിഷ്ഠൂരമായ ക്രൂരതകൾ പലസ്തീന്റെ പാവപ്പെട്ട മക്കൾക്കെതിരെ ലോകത്തെ എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഇവിടെ നടത്തിയപ്പോ ആ ചോരക്കൊതി തീരാത്ത ഇസ്രായേലിൻ യാങ്കിച്ചെന്നായകൾക്കെതിരെ അരുതെന്ന ശബ്ദമുയർത്താൻ, അവരോടൊന്ന് ഗോബാക്ക് പറയാൻ, ഈ ക്രൂരമായ ആക്രമണങ്ങളൊന്ന് നിർത്തണമെന്ന് പറയാൻ മനുഷ്യത്വമുള്ള, ആണത്തമുള്ള, ആർജവമുള്ള ഒരു നേതൃത്വം നമ്മളെവിടെയും കണ്ടില്ല. യുദ്ധം നിർത്തി എന്ന് പറഞ്ഞിട്ടും ചതിയിലൂടെ വീണ്ടും ബോംബിടുന്ന വളരെ വൃത്തികെട്ട അപരിഷ്കൃതത്വം നിറഞ്ഞ സംസ്കാരമാണ് അവരിൽ നിന്ന് നമ്മൾ കണ്ടത്. അതിനെതിരെ ശബ്ദിക്കാൻ ലോകത്ത് ഉമ്മത്തിനൊരു നേതൃത്വം ഇല്ല. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തെ തകർത്തത്? ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും തുർക്കി ഖിലാഫത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഓട്ടമൻ തുർക്കികൾ അഥവാ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന തുർക്കി ഖിലാഫത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു ജീവിച്ച കാലമുണ്ടായിട്ടുണ്ട്. എന്തിനധികം വെളിപ്പാടകലയാണ് പൊന്നാനിയുള്ളത്. പൊന്നാനിയിൽ വൈദേശിക ശക്തികൾ കടന്നു വന്നപ്പോ വൈദേശിക ശക്തികളിൽ നിന്ന് രക്ഷ നേടാൻ, വൈദേശിക ശക്തികളിൽ നിന്ന് ഈ മലയാണ്മയെ സഹായിക്കണമെന്ന് പറഞ്ഞ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുർക്കി ഖലീഫക്ക് കത്തെഴുതിയിട്ടുണ്ട്. ചരിത്രത്തെ നമ്മൾ പഠിക്കണം. തുർക്കി ഖലീഫക്ക് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ നിന്ന് ഈജിപ്തിലേക്ക് കത്തെഴുതിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വൈദേശിക ശക്തികൾ കടന്നു വന്നപ്പോ വൈദേശിക ശക്തികൾക്കെതിരെ മലയാളത്തെ സഹായിക്കാൻ, സാമൂതിരിയുടെ രാജ്യത്തെ സഹായിക്കാൻ അന്ന് തുർക്കി ഖലീഫ കേരളത്തിലേക്ക് പട്ടാളത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. അന്ന് കേരളത്തിലേക്ക് തുർക്കി ഖലീഫ പറഞ്ഞയച്ച പട്ടാളത്തിന് വേണ്ടി അവർക്ക് നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളിയാണ് ഇന്നും പൊന്നാനിയിലുള്ള മിസ്രി പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മഹാനായ മഖ്ദൂം തങ്ങളുടെ വിളി കേട്ടിട്ട് പോലും തുർക്കി ഖലീഫ കേരളത്തിലേക്ക് അവരുടെ പട്ടാളത്തെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഞങ്ങളുണ്ട് സഹായിക്കാനെന്ന് പറയാൻ കെൽപ്പുള്ള ഒരു നേതൃത്വം ലോകത്ത് മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു. അതിനെ തകർത്തതാരാ? അതിനെ തകർത്തത് ബ്രിട്ടീഷുകാരാണ്. എന്തിനു വേണ്ടി? ലോകത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ തുർക്കി ഖിലാഫത്ത് അവർക്ക് തടസ്സമായി. തുർക്കി ഖിലാഫത്തിനെ എന്ത് വില കൊടുത്തും തകർക്കണം. തുർക്കി ഖിലാഫത്ത് അഥവാ ഉസ്മാനിയ ഖിലാഫത്ത്, ഓട്ടമൻ തുർക്കികൾ, അവരുടെ ആ ഭരണം ഇവിടെ അവസാനിച്ചാൽ മാത്രമേ ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്വ താല്പര്യം ഇവിടെ നടപ്പിലാവുള്ളൂ. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ചാരപ്രവർത്തനം തുടങ്ങി. തുർക്കി ഖിലാഫത്തിനെ തകർക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ശൈഥില്യം ഉണ്ടാക്കണം, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കണം, മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ തുർക്കി ഖിലാഫത്തിനെതിരെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ചാരന്മാരെ പറഞ്ഞയച്ചു. കേവലം അവകാശവാദങ്ങളല്ല, വളരെ കൃത്യമായി ചരിത്രം അതിനെ വിശദീകരിക്കുന്നുണ്ട്. തുർക്കി ഖിലാഫത്തിനെതിരെ ശബ്ദിക്കണമെങ്കിൽ, തുർക്കി ഖിലാഫത്തിനെ തകർക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ശൈഥില്യം ഉണ്ടാക്കണം. മുസ്ലിമീങ്ങൾക്കിടയിൽ ശൈഥില്യം ഉണ്ടാക്കാൻ ഒരു സൈദ്ധാന്തികമായ അടിത്തറവാകണം. അതിനുവേണ്ടി വഹാബിസത്തെ നിർമ്മിക്കാനും അതിനുവേണ്ടി വഹാബിസത്തിന് പിൻബലം നൽകാൻ ബ്രിട്ടീഷുകാർ സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക രാജ്യത്തിലേക്ക് ചാരന്മാരെ പറഞ്ഞയച്ചു.
അത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്, ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ അറേബ്യയിൽ നിലവിലുണ്ടായിരുന്ന ദേശീയ ബോധത്തെ ബ്രിട്ടൻ ഉപയോഗപ്പെടുത്തുകയും പണവും സാധനങ്ങളും ഉദാരമായി കൈക്കൂലി കൊടുത്ത് തുർക്കികൾക്കെതിരായി അറബികളുടെ ഒരു ലഹള സംഘടിപ്പിക്കുകയുണ്ടായി. അഥവാ തുർക്കി ഖിലാഫത്തിനെ, മുസ്ലിം ഉമ്മത്തിന്റെ ആഗോള നേതൃത്വത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാർ സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ ഇടപെട്ടു, അറേബ്യൻ രാജ്യങ്ങളിൽ ഇടപെട്ടു. അറേബ്യയിലെ ഒരു ബ്രിട്ടീഷ് ഏജന്റായ കേണൽ ടി.ഇ. ലോറൻസ് ആയിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ശ്രദ്ധിക്കണേ, ബ്രിട്ടീഷുകാർ ചാരന്മാരെ പറഞ്ഞയച്ചു, അവർക്ക് ശമ്പളം കൊടുത്തു. ഏഷ്യയിലെ പല പ്രസ്ഥാനങ്ങളുടെയും തിരശ്ശീലക്കു പിന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഗൂഢ വ്യക്തി എന്ന വിശ്രുതി തന്നെ ഇയാൾ പിന്നീട് ആർജിച്ചെടുത്തിട്ടുണ്ട്. അഥവാ ടി.ഇ. ലോറൻസിനെ പോലെയുള്ള ചാരന്മാരെ പറഞ്ഞയച്ചിട്ട് അവർക്ക് മാസപ്പടി ശമ്പളം കൊടുത്തിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യത്തിനെതിരെ, ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ, തുർക്കി ഖിലാഫത്തിനെതിരെ, മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിനെതിരെ പടപൊരുതാൻ ബ്രിട്ടീഷുകാർ പണവും സ്വാധീനവും ഉപയോഗപ്പെടുത്തി ചാരന്മാരെ പറഞ്ഞയച്ചു. ആ ചാരന്മാർ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി. മറ്റു പല ചാരന്മാർ, ഹംഫറിനെ പോലെ പിന്നീട് അതൊക്കെ വെളിച്ചം കണ്ടിട്ടുണ്ടല്ലോ. ഹംഫറിന്റെ ഡയറി കുറിപ്പുകൾ, ദ ഡയറീസ് ഓഫ് ഹംഫർ എന്ന പേരിൽ, എ സ്പൈ ടു മിഡിൽ ഈസ്റ്റ് എന്ന പേരിൽ, കൺഫെഷൻ ഓഫ് എ ബ്രിട്ടീഷ് സ്പൈ, ഒരു ബ്രിട്ടീഷ് ചാരന്റെ കുറ്റസമ്മതം എന്ന പേരിലൊക്കെ പിന്നീട് അത് വെളിച്ചം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളായിരുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ തകർക്കാനും ഇസ്ലാമിന്റെ അഭൂതപൂർവമായ വളർച്ചയെ തടയിടാനും അവരുടെ നേതൃത്വത്തെ തകർക്കണം. അതിനുവേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം തമ്മിലടിക്കാവുന്ന വിധത്തിൽ സൈദ്ധാന്തികമായ ആശയതലങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. തുർക്കിയിലെ, സൗദി അറേബ്യയിലെ കിരീടാവകാശിയായിരുന്ന മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം 2018 വെസ്റ്റേൺ മീഡിയയായ ദ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ വഹാബിസത്തെ പ്രൊമോട്ട് ചെയ്തത് വെസ്റ്റിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ്, പാശ്ചാത്യത്തിന് വേണ്ടിയാണ്. അതിന്റെ ഹെഡിങ്ങുകളൊക്കെ കാണാം. സ്പ്രെഡ് ഓഫ് വഹാബിസം വാസ് ഡൺ അറ്റ് റിക്വസ്റ്റ് ഓഫ് വെസ്റ്റ്. വെസ്റ്റിന്റെ, പാശ്ചാത്യന്റെ താല്പര്യപ്രകാരമാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അതിന്റെ പത്രക്കുറിപ്പ് നമുക്ക് വായിക്കാം. ഇൻ എ റീസെന്റ് ഇന്റർവ്യൂ വിത്ത് ദ അമേരിക്കൻ ഡെയിലി ദ വാഷിംഗ്ടൺ പോസ്റ്റ്, ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ റിവീൽഡ് ദാറ്റ് റിയാദ് ഹാഡ് സ്പ്രെഡ് വഹാബി ഐഡിയോളജി അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ഇറ്റ്സ് വെസ്റ്റേൺ അലൈസ്. പാശ്ചാത്യന്റെ താല്പര്യം, അതിനുവേണ്ടിയാണ് വഹാബിസത്തെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തത് എന്ന് സൗദിയുടെ കിരീടാവകാശി പോലും ഈ അടുത്ത് 2018 ഒരു വെസ്റ്റേൺ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരാണ്. എന്താണ് അവർ ചെയ്തത്? അവർ പൊതുവായി ഇവിടെയുള്ള എല്ലാ ബിദ്അത്തിന്റെയും സ്വഭാവം, മുൻഗാമികളോടുള്ള ആ ബന്ധത്തെ മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുക എന്നതാണ്. അവരോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തുക എന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരോടുള്ള മഹബത്ത്, ആദരവ്, തഅലീം, ഇതൊക്കെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി തോന്നിയ വിധത്തിലുള്ള ഒരു ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള ശ്രമം. സക്കരിയ സ്വലാഹിയുടെ ഒക്കെ പ്രസംഗത്തിൽ നമ്മൾ പണ്ട് കേട്ടല്ലോ, എന്ത് ഷാഫി ഇമാം, നഅൂദുബില്ലാ, അവ നമ്മളെ പോലത്തെ ഒരു മനുഷ്യന്മാരെന്നല്ലാതെ അവർക്ക് എന്ത് പ്രത്യേകത എന്ന് പറഞ്ഞ് മദ്ഹബിന്റെ ഇമാമുമാരെ, അവർക്ക് ശേഷം വന്ന അഗ്രേസരായ പർവ്വത സമാനം അറിവുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ ഒക്കെ നിഷേധിക്കുക, അവരെയൊന്നും അംഗീകരിക്കാൻ കഴിയൂല, അങ്ങനെ മുൻഗാമികൾ അംഗീകരിക്കാൻ കഴിയൂല എന്ന വിധത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുക. മാത്രമല്ല, നമുക്ക് മുൻഗാമികളായി ജീവിച്ചവരൊക്കെ പരിശുദ്ധ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന് വളരെ കൃത്യമായി പ്രബോധനം ചെയ്തു. അതിനുവേണ്ടി അവർ ചില തെറ്റായ ചിന്താധാരകൾ, തെറ്റായ ആശയധാരകൾ അവരുണ്ടാക്കിയെടുത്തു. അല്ലെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, മനുഷ്യ കഴിവിന് അതീതമായി, സൃഷ്ടി കഴിവിന് അതീതമായി ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ, ഗുണം പ്രതീക്ഷിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നൊക്കെ അവരായിട്ടുണ്ടാക്കിയെടുത്തതാണ്. വിശുദ്ധമായ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലോ മഹാന്മാരായ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങളിലോ അവരുടെ വാക്കുകളിലോ അഇമ്മത്ത് മശായിഖുമാരിലൂടെ ഒരിക്കലും അത്തരം ഒരു ചിന്ത എവിടെയും കാണാൻ കഴിയില്ല. അത് അവരുണ്ടാക്കിയതാണ്. അവർ പരസ്പരം തമ്മിലടിച്ചപ്പോ, അവർ പരസ്പരം തമ്മിൽ തെറ്റിയപ്പോ അവർ തന്നെ പിന്നീട് പറയാൻ തുടങ്ങി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നൊക്കെ. അത് വിശുദ്ധമായ ഖുർആനിലോ അതല്ലെങ്കിൽ ഹദീസിലോ കാണാവതല്ല, മറിച്ച് അത് നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന്. അത്തരം തെറ്റായ ആശയങ്ങൾ നിർമ്മിച്ചെടുത്ത് തെറ്റായ നിർവചനങ്ങൾ ഉണ്ടാക്കിയാണ് ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇവർ പച്ചക്ക് കൊലപ്പെടുത്തിയത്. വഹാബിസത്തിന്റെ ചരിത്രം രക്തക്കറ പുരണ്ട ചരിത്രമാണ്. ആ വഹാബിസത്തിന്റെ ചരിത്രത്തെ കൃത്യമായി പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. മുൻഗാമികളായ ആളുകളോടുള്ള ആദരവ് നഷ്ടപ്പെടുത്തി, മുൻഗാമികളായ ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന്, അവരെ കൊല്ലൽ ഹലാലാണ് എന്ന വിധത്തിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രബോധനം നടത്തിയത്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ, താബിഈങ്ങളുടെ, മഹാന്മാരായ ഇമാമുമാരുടെ ഒക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അസറുകളും അടയാളങ്ങളും ഒക്കെ മക്കയിലും മദീനയിലും സുലഭമായിരുന്നു.
അതൊക്കെ തകർത്തു കളഞ്ഞു. പലതും സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം വലിയ കോൺക്രീറ്റ് ഭിത്തികൾ വെച്ച് മറച്ചു വെച്ചു. കാരണം എന്താ? ആ ആസാറുകൾ ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമെന്നും സ്വഹേബത്തും നബിതങ്ങളും പഠിപ്പിച്ച ഇസ്ലാം എന്താണ് എന്നും ഈ യുഗങ്ങൾക്കിപ്പുറവും ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ആ ചരിത്രത്തെ വക്രീകരിക്കുകയും ആ ചരിത്രത്തെ നശിപ്പിക്കാനുള്ള ശ്രമവുമാണ് അവർ നടത്തിയത്. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ സെയ്ദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തകർത്തത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബാണ്. ആദ്യം ആ ബഹുമാനപ്പെട്ടവരുടെ ഖബർ തകർക്കാൻ അവർ കടന്നു വന്നപ്പോൾ നാട്ടുകാർ തടഞ്ഞു. അപ്പോൾ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടെ കടന്നു വന്നു. പക്ഷേ ആളുകൾക്ക് ഒരു പേടി ആ ഖബർ തകർക്കാൻ. അപ്പോഴാണ് ഇബ്നു അബ്ദുൽ വഹാബ് തന്നെ ആ കോടാലി വാങ്ങി മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തകർത്തു കളഞ്ഞത്. വ്യക്തമായ ചരിത്രമല്ലേ? എന്താണ് അവർ അതിൽ നിന്ന് പിന്നിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരുമായിട്ടുള്ള ആത്മീയമായ ഒരു ബന്ധം ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുക എന്നതാണ്. നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു സയ്യിദിനെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു, ആലിമീങ്ങൾ ദുആ ചെയ്യുന്നു. അതൊക്കെ ഒരു ബറക്കത്താണ്, അതൊക്കെ ഒരു ആദരവിന്റെ ഭാഗമാണ്. അത്തരം ആദരവിന്റെ എല്ലാ സംസ്കാരങ്ങളും നശിപ്പിച്ചുകൊണ്ട് ഒരു ഭൗതികമായ ഒരു മോഡേണിസത്തെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. എല്ലാ ചരിത്രങ്ങളെയും അവർ തകർത്തു കളഞ്ഞു. പലതിനെയും ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം അവർ മറച്ചുവെച്ചു. ഈ കേരളത്തിൽ തന്നെ കേരള മുസ്ലിം ഡയറക്ടറിയിൽ ഡോക്ടർ കെ കരീമാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേരെന്റെ മനസ്സിൽ അങ്ങനെയാ വന്നത്. ഒരുപക്ഷെ മാറ്റുണ്ടെങ്കിൽ പിന്നീട് പറയാം. ഏതായാലും കേരള മുസ്ലിം ഡയറക്ടറിയിൽ ആ ചരിത്രകാരൻ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനായ മമ്പുറം തങ്ങളുടെ ഖബർ തകർക്കണമെന്ന് അന്നത്തെ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകൂടത്തിന് കത്തെഴുതിയത്. എന്താ കാരണം? ബ്രിട്ടീഷുകാർക്കെതിരെ, അധിനിവേശ ശക്തികൾക്കെതിരെ പടപൊരുതാൻ രംഗത്തിറങ്ങുന്ന മലബാറിലെ മാപ്പിളമാർ മഹാനായ മമ്പുറം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുമ്പിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് വരുമ്പോ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാണ്, ഇവർ തിരിച്ചറിയുകയാണ് അവരുടെ പിന്നിൽ ആത്മീയമായ ഒരു ഊർജ്ജമുണ്ട്, തകർക്കാൻ കഴിയൂല എന്ന്. ഇങ്ങനെ മഹാന്മാരുമായുള്ള ബന്ധം, സമരപോരാളികളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. അവരൊക്കെ കുത്തുബിയത്ത് ചൊല്ലി, ബദർമാല പാടി, ബദർ ബൈത്ത് ചൊല്ലി, അങ്ങനെ മഹാന്മാരെ മുൻനിർത്തി മഹാന്മാരോടുള്ള ആത്മീയമായ ബന്ധത്തിൽ നിന്നും ബറക്കത്തെടുത്തുകൊണ്ടാണ് അവർ പടക്കിറങ്ങിയത്. അത് ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി. ഈ ഉമ്മത്തിന്റെ ആത്മീയമായ അത്തരം ബന്ധങ്ങളെ തകർക്കുക എന്നതാണ് വഹാബിസം ചെയ്ത ഏറ്റവും വലിയ പണി. അത് കേവലം ഔലിയാക്കളോട് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി ചെയ്തതെന്താ? അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിബിതങ്ങൾ പോലും തെറ്റു ചെയ്യുമെന്ന് പറഞ്ഞു വരുത്തിയില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതികമായ ശരീരം ഖബറിൽ നുരുമ്പിപ്പോയിട്ടുണ്ട് എന്ന് വളരെ മോശമായ രൂപത്തിൽ ഹബീബിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്വഹാബത്തിനോട് നബിതങ്ങൾ കൃത്യമായി പഠിപ്പിച്ച ഹദീസിലെ സ്വഹാബത്തിനോട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, അല്ലാഹു സുബ്ഹാനഹു വ തആല തുഅറദു അലയ്യ, എന്റെ മേൽ ആ സ്വലാത്തിനെ പ്രകടിപ്പിച്ച് കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അന്ന് സംശയം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, യാ റസൂലല്ലാഹ് കൈഫ തുഅറദു അലൈക സ്വലാ വഖദ് അറംത യാ റസൂലല്ലാഹ്, നബിയെ ഖബറിൽ അങ്ങയുടെ ശരീരം നുരുമ്പിപ്പോയാൽ അങ്ങനെ എങ്ങനെയാണ് ഈ സ്വലാത്ത് കാണുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അല്ലാഹു അംബിയാക്കളുടെ ശരീരം ഈ ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അള്ളാന്റെ ഹബീബിനെ, അവിടുത്തെ മൂല്യം, അവിടുത്തെ ആ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന വിധം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ ജസദു ഷരീഫ് നുരുമ്പിപ്പോയിട്ടുണ്ട് എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുക. മുസ്തഫ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് കേരളത്തിൽ പറഞ്ഞതാരാ? ഞാൻ പറഞ്ഞത് കേവലം ഷാഫിഈ ഇമാമിനെയോ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെയോ മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും അവർ ഈ രൂപത്തിൽ ഈ കേരളക്കരക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബത്തിനെ പരിചയപ്പെടുത്തി. അങ്ങനെ സ്വഹാബത്തിന്റെ മേൽ മോശമായ ആരോപണങ്ങൾ നടത്തി സ്വഹാബത്തിനെ പരിചയപ്പെടുത്തിയവരാണിവർ. അങ്ങനെ മുൻഗാമികളോടുള്ള എല്ലാ ആദരവിനെയും മഹബ്ബത്തിനെയും ഈ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ പരിശുദ്ധമായ ഈമാനിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഒന്നാമത് പറഞ്ഞത് എന്താ? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ ഹബീബും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകണം, ഏറ്റവും ഇഷ്ടമുള്ളതാകണം എന്ന് അവർ പഠിപ്പിച്ചത്. ഈമാനിന്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ അതുണ്ടാകണം, ആ ആദരവുണ്ടാകണം. ആ ആദരവ് ഖൽബിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് മുസ്തഫായ തങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർക്കൊരു സംശയം, എന്തിനാ റസൂൽ അങ്ങനെ ചെയ്യാൻ പോയത്? അല്ലെങ്കിൽ റസൂൽ അങ്ങനെ ചെയ്യൂലല്ലോ, അല്ലെങ്കിൽ റസൂലുള്ള തന്നെ അങ്ങനെ ചെയ്താൽ പോലും അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറയുന്നു. നഊദു ബില്ലാഹ്. ഖൽബിൽ നിന്ന് ഹബീബിനോടുള്ള ആദരവ് നഷ്ടപ്പെട്ടതാണ്, ഖൽബിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മളൊക്കെ സുപരിചിതമായ ഹദീസാണല്ലോ, ഒരു അറാബിയോട് പറഞ്ഞല്ലോ, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ മഹബ്ബത്ത് വെച്ചത് അവരോട് കൂടെ നാളെ ഉണ്ടാകും. അല്ലാഹു നമുക്കൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നമ്മുടെ മഹാന്മാരായ മശായിഖുമാർ, പണ്ഡിതന്മാർ, ഉസ്താദുമാരോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരട്ടെ.
ഇത് പറഞ്ഞപ്പോ, ഇത് കേട്ടപ്പോ, ആരെയാണോ മഹബത്ത് വെച്ചത് അവരോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാനാണ് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. വ ഉഹിബ്ബു അബൂബക്കറിൻ വ ഉമറ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് എന്നവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്താ കാരണം? ഞാൻ അവരെ പോലെ വലിയ പർവ്വത സമാനം അമലുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരെ മഹബത്ത് വെച്ചതിന്റെ പേരിൽ എനിക്ക് സ്വർഗമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, നബി തങ്ങളോടുള്ള മഹബത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരികളായി കൂടെ നടന്ന അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരോടുള്ള മഹബത്തിന് പോലും പരിശുദ്ധരായ സ്വഹാബത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. ആ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ പറഞ്ഞല്ലോ, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ഇല്ലാതെ ഞാൻ എന്തു അമലി ചെയ്തിട്ടും കാര്യമില്ല എന്ന രൂപത്തിലാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ, പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന്റെ പൈതൃക വഴിയിൽ നിന്ന് ഉമ്മത്തിനെ മാറ്റി സ്വതന്ത്രമായ ഗവേഷണങ്ങൾ വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും സ്വതന്ത്രമായ വ്യാഖ്യാനങ്ങൾ കൊണ്ടു നടത്തിയത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് വഹാബികൾ അതപ്പതിച്ചത്. 8 വിഭാഗമായി അവർ പരസ്പരം തമ്മിലടിക്കാനുള്ള കാരണം എന്താ? അത് നമ്മൾ മനസ്സിലാക്കണം. കേവലം ഏതെങ്കിലും സംഘടനാപരമായ വിഷയത്തിലല്ല ഇവിടെയുള്ള വഹാബികൾ തമ്മിലടിച്ചത്. ഇന്നും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, ശ്രദ്ധിക്കണേ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഥവാ വഹാബി പണ്ഡിത പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർക്ക് പോലും തൗഹീദ് എന്താണെന്ന് തീരുമാനമായിട്ടില്ല. ഫുറൂഇയായ വിഷയങ്ങൾ, ശാഖാപരമായ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങളല്ല. 1,24,000 വരുന്ന പ്രവാചകന്മാരെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച പരിശുദ്ധമായ തൗഹീദ് എന്താണ് എന്ന് ഇപ്പോഴും അവർക്ക് തീരുമാനമായിട്ടില്ല. എന്തേ കാരണം? അത് സ്വന്തമായി ഉണ്ടാക്കിയ നിർവചനങ്ങളാണ്. ഒരു കാലത്ത് ജിന്നില്ലെന്ന് പറഞ്ഞവർ ഇപ്പൊ ജിന്നിന്റെ പേരിൽ പരസ്പരം തല്ലുകൂടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോഡേണിസം മുന്നോട്ട് വെക്കുന്ന രൂപത്തിൽ മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളുന്നത് മാത്രം അംഗീകരിക്കുക എന്ന വിധത്തിലേക്കാണ് അവരെത്തിയത്. ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്വ താല്പര്യത്തിന് വിധേയരായി ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ചാരന്മാരെ പറഞ്ഞയച്ച് അറേബ്യൻ രാജ്യത്ത് അവർ ഒരു തരം സിദ്ധാന്തം ഉണ്ടാക്കിയതെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഗം നമ്മുടെ കേരളക്കരയിലേക്ക് നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ, കേരളത്തിലേക്ക് ഈ തെറ്റായ ചിന്ത കടന്നു വന്നതിന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, ഇതിന്റെ മറ്റൊരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജൂതന്മാർ, ഇസ്ലാമിക വൈജ്ഞാനിക രംഗം ഏറെ ഉയർന്നു നിൽക്കുന്ന ഈജിപ്തിലേക്ക് ചാരന്മാരെ നിശ്ചയിച്ചു. ആ ചാരന്മാരാണ് മുഹമ്മദ് അബ്ദയും റഷീദ് ഉരിളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും. അതിനുശേഷം ഇവരുടെ പാത പിന്തുടർന്നു വന്ന ഫരീദ് വജിദി, ഹുസൈൻ ഹൈക്കൽ പോലെയുള്ള നിരവധി നാമധേയങ്ങൾ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ ചെയ്തത് എന്താണ്? ഈ മോഡേണിസം മുന്നോട്ട് വെക്കുന്ന രൂപത്തിൽ ഒരു യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ മതയുക്തിവാദത്തെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. റഷീദ് ഉരിളയാണ് വ്യക്തമായിട്ട് എഴുതി വെച്ചത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ വിശുദ്ധമായ ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് യൂറോപ്യന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിരുന്നു. എന്താ കാരണം? യൂറോപ്യന്മാർ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് മാത്രമേ അംഗീകരിക്കുള്ളൂ. ആ മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് മാത്രമാണ് ഖുർആനിൽ ഉണ്ടായിരുന്നത് എങ്കിൽ മുഅ്ജിസത്തുകളൊക്കെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഖവാരിഖുൽ ആദത്താണ്, അസാധാരണ സംഭവങ്ങളാണ്, അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന്റെ തുടർച്ചയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മയുണ്ടാകും. 1 വർഷങ്ങൾക്കിപ്പുറം കോഴിക്കോട് നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ തലമൂത്ത അവരുടെ നേതാവ് പ്രസംഗിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്. ആ ഹദീസ് ഇമാം ബുഖാരി തങ്ങളടക്കമുള്ള മഹാന്മാർ ഉദ്ധരിച്ച ഹദീസ്. നൂറ്റാണ്ടുകളോളം ലക്ഷക്കണക്കിന് ഇമാമുമാർ സ്വഹീഹായ രൂപത്തിൽ കൈകാര്യം ചെയ്തു വന്ന ഹദീസിനെ ഈ കോഴിക്കോട്ട് വെച്ച് പൊളിച്ചെഴുതാൻ ശ്രമിക്കുകയാണ്. ആ ഹദീസുകളെ ലബോറട്ടറിയിലേക്ക് അയക്കണം. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നുബുവത്തിന്റെ വചനങ്ങളെ പോലും ശാസ്ത്രീയമായ തിയറികളും സയന്റിഫിക് എവിഡൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന വിധത്തിലേക്ക്, നാണം കെട്ട അവസ്ഥയിലേക്ക് വഹാബിസം എത്തിയത് ഇക്കഴിഞ്ഞ 1 വർഷങ്ങൾക്കിപ്പുറം കോഴിക്കോട് നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ മലയാളം കേട്ടതല്ലേ? അള്ളാന്റെ ഹബീബിന്റെ വാക്കുകളെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, അത് കേവലം ഇമാമുമാരിലേക്ക് മാത്രമല്ല, സ്വഹാബത്തിലേക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ പോലും. ഈ അടുത്ത് പരപ്പനങ്ങാടിയിൽ മുജാഹിദ് വിഭാഗത്തിന്റെ 2 വിഭാഗങ്ങളുടെ ഗണ്ണന പ്രഭാഷണങ്ങൾ നടന്നു. ആ ഗണ്ണന പ്രഭാഷണങ്ങളിൽ എന്താണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്? ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളെ നിഷേധിച്ചവരാണ് എന്ന്. അവരുടെ നേതാവ് വന്നിട്ട് ഇങ്ങനെ ഒരു ചാർട്ടിൽ നോക്കി പ്രസംഗിക്കുകയാണ്. ചാർട്ടിൽ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുകയാണ്, സിഹർ 44, കണ്ണേറ് 24. സാങ്കല്പികമായിട്ട് പറയണ, കറക്റ്റ് കണക്കൊന്നുമല്ല. നമ്മൾ ഹോട്ടലിലൊക്കെ പോയാണ്ടാവൂലേ, ചായ 12, പൊറാട്ട 12 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കുന്നത് പോലെ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് അതിൽ അവർ നിഷേധിച്ച ഹദീസുകളുടെ എണ്ണമാ പറയുന്നത്.
12ഓളം ഹദീസിന്റെ കിതാബുകളിൽ നിന്ന് 3100-ലധികം ഹദീസുകൾ നിങ്ങൾ നിഷേധിച്ചു എന്ന് ഒരു വഹാബി ഗ്രൂപ്പ് മറ്റൊരാളുടെ മേൽ തെളിവ് സഹിതം ആരോപണം ഉന്നയിക്കുകയാണ്. തെളിവ് സഹിതം അവർ അവതരിപ്പിക്കുകയാണ്. അപ്പൊ തിരിച്ചു മറ്റൊരു മറുപടി, ഞങ്ങൾ ഹദീസല്ലേ, നിങ്ങൾ ഖുർആൻ തള്ളിയില്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ച്. സമസ്തക്കാർക്ക് ഇതിൽ അത്ഭുതമില്ല. 1926-ൽ ഇവരുടെ തലതൊട്ടപ്പന്മാർ കേരളത്തിലേക്ക് ഈ തെറ്റായ ചിന്താധാരയുമായി കടന്നു വരുമ്പോ ഒരുപക്ഷെ ഇന്നവർ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷമായി അവരുടെ ഈ ആശയങ്ങളെ അവർ പ്രകടിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിലായത്തുള്ള മഹാന്മാർ, ക്രാന്തദാർശനികതയുള്ള മഹാന്മാർ ഇത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജൂദായിസത്തിന്റെ പിൻബലത്തോടുകൂടെ ജൂതന്മാരുടെ ചാരന്മാരായി മുഹമ്മദ് അബ്ദയും റഷീദുരിളയും ജമാലുദ്ദീൻ അഫ്ഗാനി അടക്കമുള്ളവർ ഈജിപ്തിൽ തീർത്തും തെറ്റായ ചിന്താധാരകളെ പ്രൊമോട്ട് ചെയ്തു. മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് മാത്രം അംഗീകരിക്കുക എന്ന യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ മതയുക്തിവാദത്തെ പ്രൊമോട്ട് ചെയ്തു. 1-2 ഉദാഹരണങ്ങൾ നമ്മൾ ഇങ്ങനെ പറയാം. അതിന്റെ പിന്തുടർച്ചകൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ കോഴിക്കോട് കണ്ടത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ളവരുടെ മുഅ്ജിസത്തുകൾ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പിനോട് സംസാരിച്ചു എന്ന് വിശുദ്ധമായ ഖുർആനിൽ വ്യക്തമാണ്. വഖാലത് നംല, ഒരു ഉറുമ്പ് സംസാരിച്ചു. അപ്പോ സാധാരണ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഉറുമ്പ് അങ്ങനെ സംസാരിക്കൂല. അപ്പൊ ഇവർ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തത് അത് ഉറുമ്പ് സംസാരിച്ചു എന്നല്ല, മറിച്ച് നംലത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് സംസാരിച്ചു എന്നാണ്. ഇങ്ങനെ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. അബ്രഹത്തിന്റെ സൈന്യം പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ കടന്നു വന്നപ്പോ അബാബീൽ പക്ഷികളുടെ കൊക്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതാണല്ലോ. അബാബീൽ പക്ഷികളുടെ കൊക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ കല്ല് കൊടുത്തയച്ച് അവരെ തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ആലോചിക്കാണ്, വലിയ ജീവിയായ ആന ചെറിയ ഒരു പക്ഷിയുടെ കൊക്കിൽ നിന്ന് വീണ കല്ലുകൊണ്ട് മരണപ്പെടുകയെ ചത്തുപോകി ഒരിക്കലും സംഭവിക്കൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വൈറസുകളെ പകർത്തിയതാണ് എന്നർത്ഥം മാറ്റി പറഞ്ഞു. ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വ്യാഖ്യാനിക്കുക. ഇതന്നെയാണല്ലോ യുക്തിവാദികളും ചെയ്യുന്നത്. ബുദ്ധിക്കനുസൃതമായത് മാത്രം അംഗീകരിക്കുകയും അല്ലാത്തതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന മോഡേണിസത്തിന്റെ തനിപ്പകർപ്പാണ് ജൂദായിസത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മുഹമ്മദ് അബ്ദയും റഷീദുരിളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഈജിപ്തിൽ പ്രബോധനം ചെയ്തത്. ആ ഈജിപ്തിൽ പ്രബോധനം ചെയ്ത ജൂദായിസത്തിന്റെ അച്ചാരം പറ്റിയ ആശയമാണ് കടലുകടന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയിലൂടെ KM മൗലവിയിലൂടെ കേരളക്കരയിലേക്ക് കടന്നു വരുന്നത്. ആലോചിക്കണേ നിങ്ങൾ. ഇതിന്റെ പിന്നാമ്പുറത്തിൽ മറഞ്ഞു കിടക്കുന്ന ചതിയുടെ അതിനിഗൂഢമായ ചരിത്ര സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇവിടെ സമസ്ത നടത്തിയ ദൗത്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. തുർക്കി ഖിലാഫത്തിന്റെ തകർച്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രതിസന്ധികളും ഉണ്ടാക്കിയെങ്കിലും ആ പ്രതിസന്ധികൾക്ക് വിട്ടുകൊടുക്കാതെ ഉമ്മത്തിന്റെ ഈമാനിനെ നെഞ്ചോട് ചേർത്ത് വെച്ചു സംരക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത ചെയ്തത്. 1920-കളിൽ മലബാർ ലഹളയുടെ എല്ലാ പ്രതിസന്ധികളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി വലിയ പ്രതിസന്ധി അനുഭവിക്കുമ്പോഴാണ് വിശ്വാസപരമായി അവരിലേക്ക് ജൂദായിസത്തിന്റെ അച്ചാരം പറ്റിയ ഈ ആശയവുമായി വക്കം മൗലവിയും KM മൗലവിയും കടന്നു വരുന്നത്. അവിടെയാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന ശൈഖുനാ ശംസുൽ ഉലമ പരിചയപ്പെടുത്തിയത് ഖുതുബുസ്സമാൻ എന്നാണ്. ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അതിന്റെ അപകടത്തെ തിരിച്ചറിഞ്ഞ് പാങ്ങിൽ ഉസ്താദിനെ, വാളക്കുളം ഉസ്താദിനെ, കണ്ണിയത്ത് ഉസ്താദിനെ അടക്കമുള്ള കേരളം കണ്ട യുഗപ്രഭാവരായ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇവിടെ രൂപീകരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അതിനിടയിൽ നമുക്ക് പറയാം. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അവരുടെ ചാരന്മാർ അറേബ്യൻ രാജ്യങ്ങളിൽ പണിയെടുത്തു. അവിടെ ഭിന്നിപ്പുണ്ടാക്കി, മുസ്ലിമീങ്ങൾക്കിടയിൽ ശൈഥില്യമുണ്ടാക്കി. അതിന്റെ മറ്റൊരു ഭാഗമായി ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ജൂതന്മാർ ഈജിപ്തിൽ ഇസ്ലാമിക് മോഡേണിസം പ്രബോധനം നടത്തി. അത് പല ഭാഗങ്ങളിലേക്കും പ്രചരിച്ചു. ആ പണിയെടുത്തതിന് ജൂതന്മാർ ഏൽപ്പിച്ച പണി കൃത്യമായി, ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ച പണി ജൂതന്മാർ കൃത്യമായി നടത്തിയ ആ പാപത്തിന്റെ ശമ്പളമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. പലസ്തീന്റെ മാറുപിളർത്തി ബ്രിട്ടീഷുകാർ ഇസ്രായേലിന് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പതിച്ചു നൽകിയത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്തതും ഇസ്ലാമിക ലോകത്തിന്റെ ഖിലാഫത്തിനെ തകർത്തതിനും കിട്ടിയ ശമ്പളമാണ്. ചരിത്രം നമ്മൾ പഠിക്കണം. ഇതിന്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്ന അതിനിഗൂഢമായ ചതിയുടെ കഥകളാണത്. ഇന്ന് ലോകത്തിന്റെ കണ്ണുനീർ ഈ വഹാബിസം ഉമ്മത്തിനെ ഒറ്റുകൊടുത്തുണ്ടാക്കിയ, പലസ്തീന്റെ മാറുപിളർത്തിയുണ്ടാക്കിയ ഇസ്രായേൽ എന്ന് പറയുന്ന യാങ്കി ചെന്നായകളുടെ കിരാതമായ മർദ്ദനം ലോകത്ത് മുസ്ലിമീങ്ങളുടെ എന്ന് മാത്രമല്ല മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ കണ്ണീരോടുകൂടെയാണ് കണ്ടത്. പിന്നിൽ പ്രവർത്തിച്ച ഒറ്റുകാരന്റെ പേരാണ് വഹാബിസം. പിന്നിൽ പ്രവർത്തിച്ച ഒറ്റുകാരാണ് കേരളത്തിലേക്ക് ഇസ്ലാമിക് മോഡേണിസം കൊണ്ടുവന്ന നദുവത്തുൽ മുജാഹിദീൻ. അവരാദ്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഐക്യസംഘമാണ്, നിഷ്പക്ഷ സംഘമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ കട്ടെടുക്കാൻ വട്ടമിട്ട് പറക്കുന്ന ചെമ്പരുന്തുകളാണ് എന്ന് ഉഖ്റവിയായ ഉലമാഇന് തിരിച്ചറിയാൻ കഴിഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി അതിനെ പ്രതിരോധിച്ചു. സമ്മേളനങ്ങൾ നടത്തി. ഓരോ ഗ്രാമാന്തരങ്ങളിലും ഓടി നടന്ന് ഇത് വിഷലിപ്തമായ ആശയമാണ്, ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല എന്ന് കൃത്യമായി ഉമ്മത്തിനെ പറഞ്ഞു പഠിപ്പിച്ചു. അന്നങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത്
തെറ്റായ ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച തെറ്റായ ചിന്താധാരകളിലേക്ക് പോകും. നിങ്ങൾ നോക്ക്, കേരളത്തിൽ വഹാബിസത്തിൽ ആകൃഷ്ടരായി വഹാബിസത്തിന്റെ തെറ്റായ ചിന്താധാരകളിൽ അഡിക്റ്റ് ആയിട്ടാണ് ഈ കേരളത്തിലുള്ള ജീവിത സാഹചര്യം ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ദമ്മാജിലേക്ക് കാട് കയറി ആടുമേക്കാൻ പോയത്. ഐസിസിന്റെ പിടിയിലമർന്ന് സ്വയം പൊട്ടിത്തെറിച്ചു മരിച്ചത് എന്തിന്റെ പേരിലാ? വഹാബിസം മുന്നോട്ട് വെക്കുന്ന ആശയമാണത്. ഐസിസിന്റെ സ്ഥാപനങ്ങളിൽ പോലും ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുസ്തകങ്ങളായിരുന്നു അവർ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഈ പാരമ്പര്യത്തിന്റെ കണ്ണിമുറിഞ്ഞ് സുന്ദരമായ ഇസ്ലാമിന്റെ സൗരഭ്യത്തിൽ നിന്ന് വഴിമാറി നടന്ന് അവർ കൊണ്ടുവന്ന ആശയങ്ങൾ ഈ ജനങ്ങളെ എത്തിച്ചത് തെറ്റായ ചിന്താധാരകളിലേക്കാണ്, തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കാണ്. അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സ്വഹേബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാരും ഇവിടെ പ്രബോധനം ചെയ്ത തസവ്വുഫിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിന്റെ പ്രസക്തിയെ നമ്മൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയം ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ നൽകുന്ന നാണയത്തുട്ടുകളാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഇതിനെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിലേക്ക് സഹായിക്കുന്നവർക്കൊക്കെ ദുനിയാവിലും അതിലേറെ ആഖിറത്തിലും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിരിവുകൾ കൊടുക്കണത് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് നൽകുക പ്രിയപ്പെട്ടവരെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ തെറ്റായ ചിന്തകളെ കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിച്ചു. അത് ഉമ്മത്തിന്റെ ഈമാനിനെ നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇതൊക്കെ സംഘടനാപരമായ പ്രശ്നം അല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നാളെ ആഖിറത്തിന്റെ പ്രശ്നമാണ്, ഇത് സ്വർഗത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ അവസാനം മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയുടെ പ്രശ്നമാണ്. ദുനിയാവിലുള്ള പ്രശ്നമല്ല, സംഘടനാപരമായ പ്രശ്നമല്ല, ആരോടെങ്കിലുമുള്ള ഈഗോ ക്ലാഷുകളല്ല, മറിച്ച് പരിശുദ്ധമായ ഈമാനിന്റെ സംരക്ഷണമാണ്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബിദ്അത്തിന്റെ ഗൗരവത്തെ എത്ര ഗൗരവത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. ആ മുന്നറിയിപ്പിനെ മനസ്സിലാക്കിയാണ് ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തിച്ചത്. ഞാൻ നേരത്തെ എന്റെ പ്രസംഗത്തിലുടനീളം പറഞ്ഞത് ആദരവിന്റെ ഒരു സംസ്കാരം, അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ ആദരിക്കുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരമാണ് വിശുദ്ധമായ ദീനിന്റെ സംസ്കാരം. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചത് എന്താണ്? വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ശിആറുകളെ നിങ്ങൾ ആദരിക്കണം. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ തഖ്വയാണ്. ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചതല്ലേ? എന്താണ് അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകൾ? വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സ്വഫയും മർവയും അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളാണ്. അല്ലേ? സ്വഫയും മർവയും കണ്ട ആൾക്കാരില്ലേ? പോയ ആളുകളില്ല ഇവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആ പരിശുദ്ധമായ മണ്ണിലെത്താൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പോയവർക്ക് ഇനിയും അവിടെ എത്തിപ്പെടാനും ഇജാബത്തുള്ള സ്ഥലങ്ങളിൽ ദുആ ചെയ്യാനൊക്കെ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ സ്വഫയും മർവയും രണ്ട് കുന്നുകളാണ്. അതെങ്ങനെയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറായത്? രണ്ട് കുന്നുകളിലും മക്കാ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഖുർആൻ പഠിപ്പിച്ചത് എന്തേ? അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹാ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വെള്ളമുണ്ടോ എന്ന് നോക്കാൻ ആ സ്വഫാ മർവക്കിടയിലൂടെ നടന്നതിന്റെ പേരിലാണ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ വരുന്ന സത്യവിശ്വാസികൾക്ക് അതിന്റെ സ്മരണാർത്ഥം ഇന്നും ഹജ്ജിനും ഉംറക്കും പോകുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ആ സ്വഫാ മർവയിലൂടെ നടക്കുകയാണ്. എന്തേ കാരണം? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, അത് അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറാണ്, ചിഹ്നമാണ്. എന്ത് കാരണം കൊണ്ട്? ഹാജർ റളിയല്ലാഹു അൻഹ എന്ന അല്ലാഹു ആദരിച്ച ഒരു മഹദിയുടെ കാൽ പതിഞ്ഞു എന്നതിന്റെ പേരിൽ. എന്തിനാ? മഖാമു ഇബ്രാഹിം വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. അല്ലാഹു ആദരിച്ച ഒരു പ്രവാചകന്റെ കാലു പതിഞ്ഞ മണ്ണിൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പഠിക്കണം നമ്മൾ ആ ചരിത്രം. അള്ളാന്റെ പരിശുദ്ധ ദീൻ അങ്ങനെയാണ്. ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്ക്, അതിലൊക്കെ മുൻകഴിഞ്ഞ മഹാന്മാരുള്ള ആദരവിന്റെ പ്രതീകങ്ങളാണ്. ആ ആദരവാണ് പരിശുദ്ധ ദീൻ. ആ ആദരവ് ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഈമാൻ നഷ്ടപ്പെടുന്നതിനെ പേടിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഇപ്പോഴും പരിശുദ്ധ റൗദയിൽ എഴുതി വെക്കപ്പെട്ട ആയത്താണ്, ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ പരസ്പരം ശബ്ദത്തിൽ സംസാരിക്കുന്നത് പോലെ മുത്തുനബിയോട് പറയരുത്. ആരോടാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള വലിയ വലിയ പർവ്വത സമാനം ദറജകളുള്ള സ്വഹാബത്തിനോടാ പറഞ്ഞത്. നിങ്ങൾ പരസ്പരം പറയുന്നത് പോലെയും മുത്തുനബിയോട് പറയരുത്. ഭവ്യതയോടെ, അതപോടെ, ആദരവോടെ മുത്തുനബിയോട് സംസാരിക്കണം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലോ? അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവർ ചെയ്ത തെറ്റെന്താ? അദബില്ലാതെ പെരുമാറി എന്നതാണ്. ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല. ചെയ്തതൊക്കെ പൊളിഞ്ഞു പോയതൊന്നും നിങ്ങൾ അറിയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തല്ലേ ദുൽഖുവൈസുറത്തു തമീമി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇഅ്ദിൽ യാ മുഹമ്മദ്, നഊദു ബില്ലാഹ്, മുത്തുനബിയോട് പറഞ്ഞു നീതി പാലിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇപ്പോൾ ചെയ്തത് അനീതിയാണ്, അഥവാ അള്ളാന്റെ ഹബീബ് തെറ്റ് ചെയ്യുകയാണ് എന്ന് പരസ്യമായി ആളുകൾക്കിടയിൽ നബി തങ്ങളെ അപമാനിക്കുന്ന വിധത്തിൽ അതബില്ലാത്ത സംസാരം നടത്തി. സ്വഹാബത്ത് ഇങ്ങനെ നബിയെ ദഅനി യാ റസൂലല്ലാഹ് ഫലിഅദ്രിബ ഉനുഖ ഹാദൽ മുനാഫിഖ്, സമ്മതം തന്നാ ഇപ്പൊ ഞങ്ങൾ ഇവനെ ശരിപ്പെടുത്താമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സമ്മതം കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിടാൻ പറഞ്ഞു. അയാൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ ആ സദസ്സിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോയപ്പോ ഇനി പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഹാദാ ഖൗമുൻ, ഇവന്റെ മുതുകിൽ നിന്ന് ഒരു വിഭാഗം വരാനുണ്ട്. ഫഇന്ന ലഹു അസ്ഹാബ്, ഇവന് പിൻഗാമികളുടെ പ്രത്യക്ഷപ്പെടാനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഒരു പിഴച്ച വിഭാഗത്തിന്റെ പ്രാരംഭത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഒരു പിഴച്ച വിഭാഗത്തിന്റെ ആവിർഭാവത്തെ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അവന്റെ പിന്നിൽ ഒരു വിഭാഗം വരാനുണ്ട്. യുസല്ലൂന, ഒരു നിസ്കരിക്കണവരാണ്. ഞാൻ ചുരുക്കി പറയാണ്, പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവർ നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കാത്തവരാണല്ലോ പറയേണ്ടത്, പക്ഷെ ഒരു നിസ്കരിക്കണവരാണ്. എത്രത്തോളം അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായിട്ട് തോന്നും. അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും. യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവരാണ് അവർ. പക്ഷേ ലാ യുജാവിസു തറാഖിഹും, തൊണ്ടക്കുഴിയിൽ നിന്ന് ഖുർആൻ അങ്ങോട്ട് ഇറങ്ങൂല. അതുകൊണ്ടാണ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഞാനത് വിശദമായിട്ട് പറയേണ്ട സമയമില്ലാത്തത് കൊണ്ട് ഒഴിവാക്കുകയാണ്. എന്നിട്ട് അവസാനം മുത്തുനബി പറയാണ്, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തിൽ നിന്ന് അതിന്റെ ശരീരത്തിലേക്ക് അമ്പ് തുളച്ചു കയറി അത് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിനാ മുത്തുനബി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആ മനുഷ്യൻ അദബില്ലാതെ മുത്തുനബിയോട് പെരുമാറി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള ബിദ്അത്തിന്റെ ഗൗരവത്തെ ഉമ്മത്തിനെ പറയുന്നത്. ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സ്വലാത്തൻ വലാ സൗമൻ വലാ സദഖത്തൻ വലാ ഉംറത്തൻ വലാ സർഫൻ വലാ അദ്ലാ, ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. വൻതും ലാ തശ്ഉറൂൻ, ഇതൊക്കെ പൊളിഞ്ഞു പോയത് പോലും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തിച്ചത് അതിനാണ്. ഇന്നും മഹാനായ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഇവിടെ സമസ്ത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതാണ്.